ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ മനസ്സാണ്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കും. എന്താണെന്നറിയോ? രോഗമാണ്, എനിക്ക് ഭയങ്കര രോഗമാണ്, ഈ രോഗമാണെന്ന് എന്തേരം പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വിട്ടുപോകത്തില്ല. എൻ്റെ യേശുവിൻ്റെ മുറിപ്പാടുകളാൽ എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു. ഞാനത് കണ്ടല്ല വിശ്വസിക്കുന്നത്, കാണാതെയാണ് വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ രോഗസൗഖ്യ ശുശ്രൂഷയിൽ ദൈവം തമ്പുരാന്റെ കരം നേരിട്ടെന്നെ തൊടും എന്ന് വിശ്വാസമുള്ളവർ എത്ര പേർ? ഇന്നെന്റെ വിടുതൽ, ഇന്നെന്റെ അത്ഭുതത്തിന്റെ ദിവസമാണ്, ഇന്ന് രോഗസൗഖ്യത്തിന്റെ ദിവസമാണ്. ഒന്നാലോചിച്ചു. സന്തോഷമുണ്ടോ? 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 എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് ദീർഘായുസ്സ് ദൈവം തരും, രോഗമില്ലാതെ ഞാൻ കർത്താവിലേക്ക് എടുക്കപ്പെടും. മരണം എനിക്കില്ല. എത്ര പേർക്കറിയാം എനിക്ക് മരണമില്ലെന്ന്? എന്റെ പൊന്നെ, നിങ്ങൾക്ക് മരണമില്ല, അതൊരു സത്യമാണ്. നിങ്ങൾ നരകത്തിൽ പോയാലും സ്വർഗത്തിൽ പോയാലും ജീവിക്കും. നരകത്തിൽ പോയി കഴിഞ്ഞാൽ കുറെ വേദന സഹിക്കണം, അത്രേ ഉള്ളൂ. സ്വർഗത്തിൽ പോയാൽ യേശുവിനോട് കൂടെ വാഴാം. ഹല്ലേലൂയ. അപ്പം നരകം ഭയാനകമാണ്, നരകം ഭയാനകമാണ്. അപ്പം നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതൊരു അറിയില്ല. ലോകത്തിലുള്ള സ്റ്റാലിന്, പണ്ട് സ്റ്റാലിനും പിന്നെ ആരൊക്കെയായിരുന്നു? മറിച്ച് പറഞ്ഞിട്ട് വലിയ ആൾക്കാരായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി. എന്നിട്ട് അവര് എഴുന്നേറ്റില്ല. എന്നാൽ മരണത്തെ ജയിച്ചവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവന്റെ പേരൊന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞേ, മരണത്തെ ജയിച്ചവൻ. മരണത്തെ ജയിച്ചവൻ ആരാ? ജോർജേട്ടാ, ആരാ മരണത്തെ ജയിച്ചത്? യേശുവാണോ? നിങ്ങളുടെ മരണത്തെ അവൻ ജയിച്ചു, ഏറ്റെടുത്തു. നിങ്ങൾ മരിക്കേണ്ട കാര്യമില്ല, അവൻ മരിച്ചു. ഹല്ലേലൂയ. ഇപ്പൊ ചില പറയാല്ലേ, ഭയങ്കര മരണവേദനയുണ്ട്, ഭയങ്കര വേദനയാണ് മരണം. മരിക്കാൻ ഒരു വേദനയില്ല, കാരണം ഞാൻ മരിച്ചത്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. സത്യം ജീവിക്കുന്ന സാക്ഷിയാണ് ഞാൻ പറഞ്ഞത്. 2003 ഫെബ്രുവരി മാസത്തിൽ ഞാൻ ഓൺ ദ ഫ്ലോറിൽ കിടന്ന് എൻ്റെ ആത്മാവ് എഴുന്നേറ്റ് നിന്ന് സ്വർഗത്തിൻ്റെ ലൈറ്റ് എൻ്റെ മേൽ വന്നു. എൻ്റെ ശരീരത്തിൽ ഇതില്ലായിരുന്നു, എന്താ പൾസ് എന്ന് പറയുന്ന സാധനമില്ലായിരുന്നു. എൻ്റെ ഭാര്യ മേടിച്ചു പോയി. പുള്ളിക്കാരി ഫസ്റ്റ് എയ്ഡ് തന്നതാണ്. ഇവിടെ ആ ഫസ്റ്റ് എയ്ഡ് തരേണ്ടതല്ലേ, അതിന് ഇവിടെ ഇടിച്ചത്. വെപ്രാളത്തിൽ മാറിപ്പോയി. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഞാൻ പറയരുത്, ആ സാക്ഷ്യം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. സ്വർഗം തുറന്നു, സ്വർഗത്തിൽ നിന്ന് വലിയൊരു ലൈറ്റ് എന്നെ അടിച്ചു. ഒരു നിമിഷം മതിയായിരുന്നു എൻ്റെ ജീവൻ സ്വർഗത്തിലേക്ക് പോകാൻ, എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകാൻ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞു നിർത്താൻ, ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ചും കൂടെ ആത്മാക്കളെ നേടണം. അത് പറഞ്ഞ് തീരലും എൻ്റെ ആത്മാവിൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു. ഇങ്ങനെ ഞാൻ ഫ്ലാറ്റാ. ഞാൻ എൻ്റെ കണ്ണ് തുറന്നപ്പോൾ കാണുന്നത് എൻ്റെ ഭാര്യ അടുത്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ കൈയും എൻ്റെ കാലും ഒന്നും അനക്കാൻ പറ്റത്തില്ല, ജീവനില്ല. കണ്ണ് മാത്രം തുറന്നു. മനസ്സിലാവും. എനിക്ക് ഉറപ്പുണ്ട് മരണത്തിന് വേദനയില്ല. ഹല്ലേലൂയ. നിങ്ങളെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുക. ഭയം, മരിക്കാൻ ഭയം എന്തിനാണെന്നറിയോ? എന്തുകൊണ്ടാണ് മരിക്കാൻ ഭയം? ഒന്ന് പറയാൻ പറ്റുമോ? ഒരുങ്ങിയിട്ടില്ല. എന്തൊരുങ്ങിയിട്ടില്ല? മരിക്കാൻ ഭയപ്പെടുന്നത് ദൈവം നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്ന ഉദ്ദേശം പൂർണ്ണമായിട്ടില്ല. എത്ര പേർക്ക് മനസ്സിലായി? നേരത്തെ മരിച്ചു പോകുമെന്നുള്ള പേടി, അല്ലെങ്കിൽ വാഹനം ഇടിക്കാൻ വരുമ്പോഴുള്ള പേടി എന്താ കാരണം? നിന്റെ ആത്മാവിനറിയാം ദൈവം
നിനക്കൊരു പർപ്പസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പർപ്പസ് തന്നിട്ടുണ്ട്, ഒരു ഉദ്ദേശമുണ്ട് ജീവിതത്തെ കുറിച്ച്. ആ ഉദ്ദേശം പൂർത്തീകരിക്കാതെ നിനക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പോകും എന്നുള്ള ഭയമാണ് ഉള്ളിലുള്ളത്. അത് നിന്റെ ഭയമല്ല, നിന്റെ ആത്മാവിന്റെ ഭയമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ആ ഭയം നിങ്ങൾ നിന്ന് മാറിക്കഴിഞ്ഞ കർത്താവ് അതെല്ലാവർക്കും ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ട്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 സന്തോഷിക്കുന്ന എല്ലാവരും ജീവൻ മാത്രം, ജീവൻ മാത്രം. എന്റെ പാതകളിൽ മരണമില്ല, ജീവൻ മാത്രം, ജീവൻ മാത്രം. എന്റെ പാതകളിൽ ആക്സിഡന്റ് ഇല്ല, എന്റെ പാതകളിൽ സംരക്ഷണം മാത്രം, സംരക്ഷണം മാത്രം. ഹല്ലേലൂയ. സുഭാഷിതങ്ങളിൽ പറയുന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ബൈബിളിലില്ലാത്ത കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കമായി പറയാറുള്ളൂ. ബാക്കിയെല്ലാം ബൈബിളിലുള്ള കാര്യങ്ങൾ. എവറിത്തിങ് ഈസ് ഇൻ ദ ബൈബിൾ. ഈ 73 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ 73 പുസ്തകങ്ങളിലുള്ള അത്രമാത്രം അല്ല ദൈവത്തെ അറിയുവാൻ, അതിലും അപ്പുറമുണ്ട്. പക്ഷെ 73 പുസ്തകങ്ങൾ തന്നെ നമുക്കധികമാണ്. അതെന്നെ പഠിച്ചു തീരാൻ പറ്റുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുക. ഓക്കെ, റെഡിയല്ലേ?